വിശുദ്ധവാരത്തിൽ രാജ്യത്തെ ക്രൈസ്തവർക്ക് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നിക്കരാഗയിലെ ഓർട്ടേഗ ഭരണകൂടം. വലിയ നോമ്പിൽ ഏർപ്പെടുത്തിയിരുന്ന കുരിശിന്റെ വഴി വിലക്ക് ലംഘിച്ച് വിശുദ്ധവാരത്തിൽ നടത്തപ്പെട്ട കുരിശിന്റെ വഴികളിൽ നിക്കരാഗൻ പോലീസ് മർദ്ദിച്ചതാണ് ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്രൈസ്തവ വിരുദ്ധ സംഭവം. രാജ്യത്തെ എല്ലാ ഇടവകകളിലും വിശുദ്ധവാരത്തോടനുബന്ധിച്ച് പതിവായി നടത്തിവന്നിരുന്ന കുരിശിന്റെ വഴി നിരോധിക്കുക എന്നതായിരുന്നു ഓർട്ടേഗയുടെ ഏറ്റവും പുതിയ ക്രൈസ്തവ വിരുദ്ധ നിർദ്ദേശങ്ങളിൽ ഒന്ന്. കുരിശിന്റെ വഴിക്ക് മേൽ ഏർപ്പെടുത്തിയ വിലക്ക് നിലനിൽക്കെ വിശുദ്ധവാരത്തിൽ വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തുകയും കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തവരെ പോലീസ് മർദ്ദിക്കുകയുമായിരുന്നു. വിശുദ്ധവാരത്തിലെ തിങ്കളാഴ്ചകളിൽ നിക്കരാഗുവയിലെ മസായയിലുള്ള നിന്തിരിയയിലെ തെരുവുകളിൽ പരമ്പരാഗതമായി കുരിശിന്റെ വഴി നടത്തിയിരുന്നു. എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഈശോയുടെ പീഡാസഹനത്തെ അനുകരിച്ച് വേഷങ്ങൾ ധരിക്കുകയും കുരിശുകൾ വഹിക്കുകയും ചെയ്തിരുന്നു. ഈ വർഷവും കുരിശിന്റെ വഴി ആരംഭിച്ചു എങ്കിലും വിശ്വാസികൾക്ക് അത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല. അതിനു മുൻപേ പോലീസ് എത്തി കുരിശിന്റെ വഴി തടയുകയും വിശ്വാസികളെ മർദ്ദിക്കുകയുമായിരുന്നു. തിങ്കളാഴ്ച മുതൽ ഈ നിയമം കർശനമായി പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള പോലീസിന്റെ ശ്രമങ്ങളുടെ ഫലമായി പല ക്രൈസ്തവർക്കും മർദ്ദനങ്ങൾ നേരിടേണ്ടി വന്നു. ഏറ്റവും പുതിയ ഈ നീക്കം 190-ലധികം ആക്രമണങ്ങൾക്കും അവഹേളനങ്ങൾക്കും കാരണമായി മാറിയതായാണ് റിപ്പോർട്ട്. മിഷണറീസ് ഓഫ് ചാരിറ്റി പുറത്താക്കൽ, ബിഷപ്പ് റോളൻഡോ അൽവാരിസിന്റെ തടവ്, വൈദികർ, ബിഷപ്പുമാർ, സെമിനാരി വിദ്യാർത്ഥികൾ എന്നിവരെ നാടുകടത്തൽ, പൗരത്വമില്ലാതാക്കൽ എന്നിവ തുടങ്ങിയ അതിക്രമങ്ങൾക്ക് പുറമെയാണ് പുതിയ നീക്കം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.